ചക്രവാണി ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷ ഘടനയെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും അന്തരീക്ഷത്തിലെ പാളികളെക്കുറിച്ചുമൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് അന്തരീക്ഷമെന്ന് അറിഞ്ഞിരിക്കണം. ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ആവരണമായി നിൽക്കുന്ന വായുമണ്ഡലത്തെയാണ് അന്തരീക്ഷം എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ആവരണമായി നിൽക്കുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഈ അന്തരീക്ഷത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വാതകങ്ങളുണ്ട്, നീരാവിയുണ്ട്, പിന്നെ പൊടിപടലങ്ങളുണ്ട്. ഇതെല്ലാമാണ് ഈ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ ഞാൻ പറഞ്ഞു ധാരാളം പൊടിപടലങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ നമ്മളാണ് എല്ലാ പൊടിപടലങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് എയ്റോസോളുകൾ. അപ്പോൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എയ്റോസോളുകൾ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളാണ് എയ്റോസോളുകൾ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ നമ്മൾ എയ്റോസോളുകൾ എന്ന് വിളിച്ചു. ഈ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇവയെ വിളിക്കുന്ന പേരാണ് ഘനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്ന് പറയും. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തിന് കാരണമാകുന്നു. ഇവയെ വിളിക്കുന്ന പേരാണ് ഘനീകരണ മർമ്മം. ഘനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്തെന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഇവയെ അറിയപ്പെടുന്ന പേരാണ് ഘനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയോട് ചേർന്ന് എന്തുണ്ട്, ഈ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് എന്തുണ്ട്, അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷത്തിൽ എന്താണ്, ധാരാളം വാതകങ്ങളും ഉണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. PSC പരീക്ഷകളിൽ ഒരുപാട് തവണ എന്താണ് ആവർത്തിച്ച ചോദ്യമാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ നിറയെ വാതകങ്ങളുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്. എത്ര ശതമാനമാണെന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 78% നൈട്രജനാണ് അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഈ നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റിൽ 78.08% എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെന്ന് പറയാം, 78% എന്ത് ചെയ്യാം പറയാം. ഇനി അന്തരീക്ഷത്തിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. ഒന്നാമത്തെ മൂലകം നൈട്രജൻ പറഞ്ഞു 78%. രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. ഓക്സിജന്റെ ശതമാനം എത്രയാണെന്ന് വെച്ചാൽ 21%. അപ്പോൾ ഓക്സിജൻ എത്ര ശതമാനമാണ്, 21%. സ്കൂൾ ടെക്സ്റ്റിൽ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 20.95% എന്നാണ് സ്കൂൾ ടെക്സ്റ്റിൽ കിടക്കുന്നത്. ഇതിനെ റൗണ്ട് ചെയ്താണ് എത്രയെന്ന് പറയുന്നത്, 21% എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട് അവിടെ അറിഞ്ഞിരിക്കേണ്ട ഇതാണ് ഒന്ന് ആർഗൺ. അന്തരീക്ഷത്തിൽ ആർഗണിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 0.93%. ആർഗൺ 0.93% ആർഗണിൻ്റെ അളവ്. അന്തരീക്ഷത്തിൽ ആർഗൺ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 0.93%. ഇനി അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ 0.037%. 0.037% അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്. ഇനി അന്തരീക്ഷത്തിൽ ഓസോണിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 0.01%. 0.01% ഓസോണിന് നമുക്ക് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, O3 ആണ്.
O3 എന്ന് പറയുന്നത് എന്തിൻ്റെ കെമിക്കൽ ഫോർമുലയാണെന്ന് ചോദിച്ചാൽ ഓസോണിൻ്റെ കെമിക്കൽ ഫോർമുലയാണെന്ന് ഓർമ്മിക്കുക. ഓസോൺ അന്തരീക്ഷത്തിൽ എത്ര ശതമാനം കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ 0.01%. ഇതാണ് പ്രധാനപ്പെട്ട വാതകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ 78%, രണ്ടാമത് ഓക്സിജൻ 21%. പിന്നെ പറഞ്ഞത് ആർഗൺ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 0.93%, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 0.037%, ഓസോൺ അല്ലെങ്കിൽ O3 ആണെങ്കിൽ എന്താണ് 0.01% എന്ന് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ഈ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് ഭൂമിയുടെ എന്താണ് ഉപരിതലമാണെന്ന് ചോദിക്കും. ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ 97% വായു എന്താണ് അന്തരീക്ഷ വായു എന്ത് കാണപ്പെടുന്നത്. അപ്പോൾ അന്തരീക്ഷ വായുവിൻ്റെ 97% കാണപ്പെടുന്നത് ഭൗമ അന്തരീക്ഷത്തിൽ നിന്ന് 29 കിലോമീറ്ററിനുള്ളിലാണ് അന്തരീക്ഷ വായുവിൻ്റെ 97% കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് അവിടെ പറയേണ്ട കാര്യമാണ്, ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അപ്പോൾ എത്രത്തോളം ഉയരത്തിൽ എന്താണ് പോകുന്തോറും അവിടെയുള്ള വാതകങ്ങളുടെ അളവ് എന്താണ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ എന്താണ് വാതകങ്ങളുടെ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അവിടെ കൂടുതൽ വാതകങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. എന്നാൽ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുന്തോറും വാതകങ്ങളുടെ അളവ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അപ്പം നമുക്കറിയാം ഭൂമിക്ക് എന്താണ് അന്തരീക്ഷം ഉണ്ടെന്ന് നമുക്കറിയാം. അന്തരീക്ഷം എന്നാൽ എന്തെന്ന് നമുക്കറിയാം. എന്താണ് അന്തരീക്ഷം എന്ന് പറയുന്നത്? നമ്മൾ ആദ്യമേ എന്താണ് പറഞ്ഞു, ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ആവരണമായി നിൽക്കുന്ന വായുമണ്ഡലത്തെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ അന്തരീക്ഷത്തിനപ്പുറം എന്തുണ്ടെന്ന് ചോദിച്ചാൽ ബഹിരാകാശമാണുള്ളത്. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷമുണ്ട്, അന്തരീക്ഷത്തിന് പല പാളികളുണ്ട്. അത് കഴിയുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് എന്തുണ്ട്, ബഹിരാകാശമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിനും അതിനപ്പുറമുള്ള ബഹിരാകാശത്തിനും ഇവയെ ഇപ്പോൾ ഇത് ഭൂമിയുടെ അന്തരീക്ഷമാണെന്ന് ചോദിച്ചു, ഇത് അന്തരീക്ഷം. ഇവിടെ എന്താണ് ബഹിരാകാശമുണ്ട്, ബഹിരാകാശം. അപ്പം ഭൂമിയുടെ അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന അപ്പോൾ അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന രേഖയെ അറിയപ്പെടുന്ന പേരാണ് കാർമൻ രേഖ. എന്താണ് കാർമൻ രേഖ? ഇതെന്താണ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കാർബൺ രേഖ എന്തെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുക, അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് എന്തെന്ന് പറയുന്നത്, കാർബൺ രേഖ എന്ന് പറയുന്നത്. PSC 1 മാർക്കാണ്. അപ്പം അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന രേഖ അറിയപ്പെടുന്ന പേരെന്താണ്, കാർബൺ രേഖ. എന്താണ് കാർബൺ രേഖ? അപ്പോൾ നമ്മൾ ആ അന്തരീക്ഷം പറഞ്ഞു, അതിൻ്റെ ഘടകങ്ങൾ പറഞ്ഞു, അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന രേഖ എന്താണെന്ന് പറഞ്ഞു. അത് കാർബൺ രേഖയാണെന്നും എല്ലാവർക്കും മനസ്സിലായി. ഇനി അന്തരീക്ഷത്തെ രണ്ടായിട്ട് എന്ത് ചെയ്യാം, തിരിക്കാം. അന്തരീക്ഷത്തെ എത്രയായിട്ട് തിരിക്കാം, രണ്ടായിട്ട് തിരിക്കാം. അന്തരീക്ഷം അതിനെ എത്രയായിട്ട് തിരിച്ചു, നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഒന്നാമത്തെ ഭാഗത്ത് അറിയപ്പെടുന്നതാണ് ഹോമോസ്ഫിയർ. ഒന്നാമത്തെ ഭാഗം ഏതാണ്, ഹോമോസ്ഫിയർ. രണ്ടാമത്തെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഹെക്ടറോസ്ഫിയർ. എന്താണ് ഹെക്ടറോസ്ഫിയർ? അപ്പോൾ അന്തരീക്ഷത്തെ എത്രയായിട്ട് തിരിക്കുന്നു, രണ്ടായിട്ട് തിരിക്കുന്നു. ഏതൊക്കെയാണ്, ഹോമോസ്ഫിയർ എന്നും ഹെക്ടറോസ്ഫിയർ എന്നും തിരിക്കുന്നു. ഇനി ഭൗമ ഉപരിതലത്തിൽ നിന്ന്, എല്ലാത്തിലും നമ്മുടെ ഭൂമിയുടെ ഉപരിതലം വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് 0 മുതൽ 90 കിലോമീറ്റർ വരെ അകലത്തിലാണ് ഹോമോസ്ഫിയർ കാണപ്പെടുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് 0 മുതൽ 90 കിലോമീറ്റർ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഭൂമിയുടെ ഉപരിതലമാണെങ്കിൽ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്
ഏകദേശം 90 കിലോമീറ്റർ ഉയരത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹോമോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഹോമോസ്ഫിയർ. ഇവിടെ മിശ്രിതങ്ങൾ ഇവിടെ എന്താണ്? വാതകങ്ങൾ മിശ്രിത രൂപത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹോമോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? ഭൗമോപരിതലത്തിൽ നിന്ന് 90 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ഹോമോസ്ഫിയർ എന്ന് പറയുന്നത് ഈ ഹോമോസ്ഫിയറിൽ എന്തുണ്ട്? വാതകങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ വാതകങ്ങൾ എന്ത് രൂപത്തിലാണ് കാണപ്പെടുന്നത് വെച്ചാൽ മിശ്രിത രൂപത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹോമോസ്ഫിയറിൽ വാതകങ്ങൾ കാണപ്പെടുന്നത് ഏത് രൂപത്തിലാണെന്ന് ചോദിച്ചാൽ മിശ്രിത രൂപത്തിലാണ്. അപ്പോൾ ഇനി അടുത്ത് പറയാനുള്ളത്, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗം, അന്തരീക്ഷത്തിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹോമോസ്ഫിയർ ആണ്. അതായത് ഇത് ഭൂമിയുടെ എന്താണ്? ഭൗമോപരിതലമാണ്. ഈ ഭൗമോപരിതലം തൊട്ട് 90 കിലോമീറ്റർ വരെയാണ് ഹോമോസ്ഫിയർ കിടക്കുന്നത്. ഇവിടെ വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നു. അപ്പൊ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും ഏതാണ്? ഹോമോസ്ഫിയർ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഹോമോസ്ഫിയറിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഹെക്ടറോസ്ഫിയർ ആണ്. ഈ ഹെക്ടറോസ്ഫിയർ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൗമോപരിതലത്തിൽ നിന്ന്, ഇത് ഭൂമിയുടെ ഉപരിതലമാണെങ്കിൽ ഈ ഉപരിതലത്തിൽ നിന്ന് 90 കിലോമീറ്റർ എന്ത് കിടക്കും? 90 കിലോമീറ്റർ ഹോമോസ്ഫിയർ ഉണ്ട്. ഈ 90 കിലോമീറ്റർ കഴിഞ്ഞ് വരുന്ന ഭാഗം, അതായത് ആദ്യത്തെ 90 കിലോമീറ്റർ എന്താണ്? ഹോമോസ്ഫിയർ ആണ്. ഈ 90 കിലോമീറ്ററിന് മുകളിൽ വരുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഹെക്ടറോസ്ഫിയർ. 90 കിലോമീറ്ററിന് മുകളിൽ വരുന്ന അന്തരീക്ഷ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഹെക്ടറോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലം, അവിടെ നിന്ന് 90 കിലോമീറ്റർ ആരുണ്ട്? ഹോമോസ്ഫിയർ ഉണ്ട്. ഈ 90 കിലോമീറ്ററിന് മുകളിലാണ് ആര് വരുന്നത്? ഹെക്ടറോസ്ഫിയർ വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ ഭൗമോപരിതലത്തിന്റെ അടുത്തായതുകൊണ്ട് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയാം? ഹോമോസ്ഫിയർ എന്ന് പറയാം. എന്നാൽ ഈ ഹോമോസ്ഫിയറും കഴിഞ്ഞാണ് ആര് കിടക്കുന്നത്? ഹെക്ടറോസ്ഫിയർ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഭൂമിയോട് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഹെക്ടറോസ്ഫിയർ ആണ്. ഭൂമിയിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെക്ടറോസ്ഫിയർ. 90 കിലോമീറ്ററിന് മുകളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഹെക്ടറോസ്ഫിയർ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ഇവിടെ ഹോമോസ്ഫിയറിൽ ഞാൻ പറഞ്ഞു വാതകങ്ങൾ എന്തിന്റെ? മിശ്രിതത്തിന്റെ രൂപത്തിൽ കാണപ്പെടുന്നു. എന്നാൽ ഹെക്ടറോസ്ഫിയറിൽ വാതകങ്ങൾ പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. ഹെക്ടറോസ്ഫിയറിൽ വാതകങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ പാളികളായിട്ട് കാണപ്പെടുന്നു. അതാണ് അന്തരീക്ഷത്തിന്റെ പ്രധാനപ്പെട്ട 2 ഡിവിഷനും അവയെക്കുറിച്ചുള്ള വിവരങ്ങളും. ഇനി നമുക്ക് ഓരോ ഭാഗത്തും എന്താണ്, നമ്മുടെ അന്തരീക്ഷത്തിലെ ഓരോ പാളികളിലും എന്താണ് ഊഷ്മാവ്, എന്താണ് വ്യത്യാസമാണ്. അന്തരീക്ഷത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ് അല്ലെങ്കിൽ എന്താണ് താപനില എന്താണ് ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ വിവിധ ഉയരങ്ങളിലെ താപനിലയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഊഷ്മാവിന്റെ വ്യത്യാസം അനുസരിച്ച് അന്തരീക്ഷത്തെ പ്രധാനമായിട്ടും 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ വിവിധ ഉയരങ്ങളിലെ താപനിലയുടെ വ്യത്യാസം അനുസരിച്ച് വിവിധ ഉയരങ്ങളിലെ താപനിലയുടെ വ്യത്യാസം അനുസരിച്ച് അന്തരീക്ഷ പാളികളെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തേതാണ് ട്രോപ്പോസ്ഫിയർ. എന്താണ്? ട്രോപ്പോസ്ഫിയർ. രണ്ടാമത്തെ അന്തരീക്ഷ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. എന്താണ്? സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ അതിനു മുകളിൽ വരുന്ന അന്തരീക്ഷ പാളിയാണ് ഏതെന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞ് വരുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. എന്താണ്? മീസോസ്ഫിയർ. മീസോസ്ഫിയർ കഴിഞ്ഞ് വരുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഏതാണ്? തെർമോസ്ഫിയർ. അപ്പോൾ ഇതിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷ പാളികളെ ഇങ്ങനെ തിരിച്ചിട്ടുള്ളത്? അവയുടെ വിവിധ ഉയരങ്ങളിലെ താപനില അനുസരിച്ചാണ് തിരിച്ചിരിക്കുന്നത്. എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? പ്രധാനമായിട്ടും 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. അവയാണ് പ്രധാനപ്പെട്ട അന്തരീക്ഷ പാളികൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആദ്യത്തെ അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച്.
ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഇതെവിടെ തന്നെ ഭൂമിയുടെ എന്താണ് ഇവിടെ ഭൗമോപരിതലമാണെങ്കിൽ ഈ ഭൗമോപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഏതെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തെ എത്രയാണ്? രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹോമോസ്ഫിയറും ഹെറ്ററോസ്ഫിയറും. അത് ആ അന്തരീക്ഷ മണ്ഡലത്തെ വീണ്ടും അവയുടെ താപനിലയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ഭാഗം അന്തരീക്ഷ മണ്ഡലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഭൗമ ഉപരിതലത്തിൽ, അതായത് ഭൂമിയുടെ ഈ ഉപരിതലത്തിൽ നിന്ന് ഇത് എത്ര കിലോമീറ്റർ അകലെയാണെന്ന് ചോദിച്ചാൽ 8 മുതൽ 18 കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം. 8 മുതൽ 18 കിലോമീറ്റർ വരെ. കാരണം ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ ധ്രുവപ്രദേശത്ത് ചെന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നമ്മൾ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം കണക്കാക്കുന്നതെങ്കിൽ 8 കിലോമീറ്റർ ഭൗമോപരിതലത്തിൽ നിന്ന് 8 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയർ കാണപ്പെടുന്നത്. എന്നാൽ ഇത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ വരുമ്പോൾ 18 കിലോമീറ്റർ അകലെയായിരിക്കും. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 18 കിലോമീറ്റർ മുകളിലായിരിക്കും ട്രോപ്പോസ്ഫിയറിന്റെ സ്ഥാനം. എവിടെയാണെന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖയിൽ. അപ്പം നമ്മൾ ഭൂമധ്യരേഖാ പ്രദേശത്താണ് ചെന്ന് നിന്നുകൊണ്ട് ട്രോപ്പോസ്ഫിയറിന്റെ അളവ് ഉയരം കണക്കാക്കുന്നതെങ്കിൽ ഏകദേശം 18 കിലോമീറ്റർ ദൂരത്തായിരിക്കും നമുക്ക് ട്രോപ്പോസ്ഫിയറിന്റെ കാണാൻ സാധിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഭൂമധ്യരേഖയിൽ ഈ ട്രോപ്പോസ്ഫിയർ ഇത്രയും ഉയരത്തിലാകാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ ഭൂമധ്യരേഖാ പ്രദേശത്തെ വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അതുകൊണ്ടാണ് ആ പ്രദേശങ്ങൾ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഏകദേശം 18 കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നത്? ട്രോപ്പോസ്ഫിയർ കാണപ്പെടുന്നത്. അപ്പോൾ ജീവമണ്ഡലം അല്ലെങ്കിൽ ജൈവമണ്ഡലം കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു ട്രോപ്പോസ്ഫിയർ. ജീവമണ്ഡലം ഏത് അന്തരീക്ഷ പാളിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പോൾ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി ഈ ട്രോപ്പോസ്ഫിയറിന് ആ പേര് കൊടുത്ത വ്യക്തിയാണ് ടെസറിൻ ബോർട്ട്. ആരാണ്? ടെസറിൻ ബോർട്ട്. ടെസറിൻ ബോർട്ട് എന്നുള്ള വ്യക്തിയാണ് ട്രോപ്പോസ്ഫിയറിന് ആ പേര് നൽകിയത്. ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് സംയോജന മേഖല. ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥമാണ് സംയോജന മേഖല. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സംയോജന മേഖല എന്നാണ്. ട്രോപ്പോസ്ഫിയർ എന്നുള്ള പേര് കൊടുത്ത വ്യക്തിയാണ് ടെസറിൻ ബോർട്ട്. ഇനി ഭൗമാന്തരീക്ഷ പിണ്ഡത്തിന്റെ 80% കാണപ്പെടുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. ഭൗമാന്തരീക്ഷ പിണ്ഡത്തിന്റെ ഏകദേശം 80% കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പോൾ ജൈവമണ്ഡലം കാണപ്പെടുന്നു, ഭൂമിയോട് അടുത്ത് കാണപ്പെടുന്നു. ഭൗമോപരിതല പിണ്ഡത്തിന്റെ 80% കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. പിന്നെ പറയാനുള്ളത് ആകെ അന്തരീക്ഷ വായുവിന്റെ 75% കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ആകെ അന്തരീക്ഷ വായുവിന്റെ 75% കാണപ്പെടുന്നതും ട്രോപ്പോസ്ഫിയർ എന്ന പാളിയിലാണ്. ഇനി പ്രകൃതി പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. പ്രകൃതി പ്രതിഭാസങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ്റ്, മഴ, ഇടിമിന്നല്, മഞ്ഞ്, മേഘങ്ങളുടെ രൂപീകരണം, ഇതെല്ലാം കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്തെന്ന് വിളിക്കാം? പ്രകൃതി പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയാം. ഇനി ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ.
ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു, ജൈവമണ്ഡലം കാണപ്പെടുന്നു, അന്തരീക്ഷ വായുവിന്റെ 75% ഈ മേഖലയിലാണ്, പ്രകൃതി പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നു. പിന്നെ പറഞ്ഞ ആകെ ഭൗമാന്തരീക്ഷ പിണ്ഡത്തിന്റെ 80% കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണെന്ന് പറഞ്ഞു. ടെസർ ഇൻ ദ ബോട്ടാണ് പേര് കൊടുത്തതെന്ന് പറഞ്ഞു. ട്രോപ്പോസ്ഫിയർ എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സംയോജന മേഖലയാണെന്ന് പറഞ്ഞു. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് 8 കിലോമീറ്റർ അകലത്തിലും ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് 18 കിലോമീറ്റർ അകലത്തിലുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രോപ്പോസ്ഫിയർ എന്ത് ചെയ്ത് സ്ഥിതി ചെയ്യുന്നത്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, ഇടിമിന്നൽ, കൊടുങ്കാറ്റ് ഇതെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. പിന്നെ ഹരിതഗ്രഹ പ്രഭാവം ഇത് കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഈ ട്രോപ്പോസ്ഫിയറിൽ എന്ന് പറയുന്നത് അവിടുത്തെ ഊഷ്മാവെന്ന് പറയുന്നത് ഉയരം കൂടുന്നവർ, നമുക്കറിയാം അന്തരീക്ഷ പാളി എന്താണ്, മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ്, ഉയരം കൂടി പോകുന്നത്. ഈ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ ഊഷ്മാവ് എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറയും. ഉയരം കൂടുമ്പോൾ ഊഷ്മാവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഉയരം കൂടി പോകുന്തോറും താപനില അല്ലെങ്കിൽ ഊഷ്മാവ് എന്ത് ചെയ്യും? കുറഞ്ഞു വരുന്നു. ഇവിടെ ഓരോ 165 മീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ, ഓരോ 165 മീറ്റർ ഉയരത്തിൽ പോകുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് ചെയ്യുന്നു? ഊഷ്മാവ് കുറയുന്നു. ഇതെന്താണ് പരീക്ഷയ്ക്ക് എന്താണ് PSC ചോദിച്ച ചോദ്യമാണ്. ഈ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ കൂടുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. ഈ പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഈ പ്രതിഭാസത്തെ അറിയപ്പെടുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. എന്താണ്? ക്രമമായ താപനഷ്ട നിരക്ക്. എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറഞ്ഞാൽ, ട്രോപ്പോസ്ഫിയർ എന്ന പാളിയിൽ ഓരോ 165 മീറ്റർ പോകുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്താണ്? ക്രമമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിച്ച പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്, അല്ലെങ്കിൽ എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു. ഈ ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനുള്ള മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരാണ് ട്രോപ്പോപാസ്. എന്താണ് സംക്രമണ മേഖല എന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട 2 അന്തരീക്ഷ പാളികളെ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ സംക്രമണ മേഖല എന്ന് പറയുന്നത്. നമുക്കറിയാം ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ അടുത്ത ആരുണ്ട്? സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് ഏതെന്നറിയപ്പെടുന്നത്? ട്രോപ്പോപാസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ ട്രോപ്പോപാസിന് ശേഷമാണ് ആര് വരുന്നത്? സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. ഈ ട്രോപ്പോപാസിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നത്. ട്രോപ്പോപാസിൽ നിന്ന്, അതായത് ഈ ഭാഗത്ത് നിന്ന് ഈ രണ്ടിനെയും കൂടെ വേർതിരിക്കുന്ന സംക്രമണ മേഖലയെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ട്രോപ്പോപാസ് എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? ട്രോപ്പോപാസ്. അപ്പോൾ ഇത് ഭൗമോപരിതലം. അവിടെ നിന്ന് ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞു. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖലയെ നമ്മൾ ട്രോപ്പോപാസ് എന്ന് വിളിച്ചു. ഈ ട്രോപ്പോപാസിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയർ നമ്മുടെ കഴിഞ്ഞ +2 പ്രിലിമിനറിക്ക് അവിടെ നിന്ന് ചോദിച്ച ചോദ്യമാണ്. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഇത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങൾ, അതായത് ഈ ട്രോപ്പോപാസ് കഴിഞ്ഞ് അതിനുശേഷം ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? താപനിലയ്ക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില എന്തായിരിക്കും? സെയിം ആയിരിക്കും. താപനിലയിൽ വലിയ മാറ്റങ്ങളൊന്നും എന്ത് ചെയ്യില്ല, വരുന്നില്ല. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം വരാത്ത സ്ട്രാറ്റോസ്ഫിയറിലെ താഴ്ന്ന വിതാനങ്ങളിൽ ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമതാപ മേഖല. എന്താണ്? സമതാപ
മേഖല. സമതാപ മേഖല പേരിൽ നിന്ന് തന്നെ കിട്ടും. എന്താണ്? താപം എപ്പോഴും സമമായിരിക്കും. ഉയരം കൂടുന്നതനുസരിച്ച് സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് താപത്തിൽ വ്യത്യാസം വരാത്ത മേഖലയെ അറിയപ്പെടുന്ന പേരാണ് സമതാപ മേഖല. ഈ സമതാപ മേഖല എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങളിലാണ് സമതാപ മേഖല കാണപ്പെടുന്നത്. ഈ സമതാപ മേഖല ഏകദേശം ഒരു 30 കിലോമീറ്റർ വരെ, ട്രോപ്പോപാസിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ വരെ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ സമതാപ മേഖല എന്ന് പറയുന്നത്. ഈ സമതാപ മേഖല കഴിഞ്ഞിട്ട് വരുന്ന സ്ട്രാറ്റോസ്ഫിയറിന്റെ ഭാഗം എന്ന് പറയുന്നത് അവിടെ ഉയരം കൂടുമ്പോൾ, ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? താപനിലയും എന്ത് ചെയ്യും? കൂടും. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഈ സമതാപ മേഖല കഴിഞ്ഞു വരുന്ന ഭാഗങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അവിടുത്തെ താപനില എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജെറ്റ് വിമാനങ്ങൾ, നമ്മൾ ആദ്യം പറഞ്ഞു ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് പറഞ്ഞു. എന്നാൽ പൈലറ്റുമാർ ജെറ്റ് വിമാനങ്ങൾ പറത്തുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അതും എന്താണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ ഈ ഭാഗത്തെ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായുവിൻ്റെ തിരശ്ചീനമായിട്ടുള്ള പ്രവാഹമാണ് ഈ ഭാഗം പൈലറ്റുമാർ ജെറ്റ് വിമാനങ്ങൾ പറത്താനായിട്ട് എടുക്കാനായിട്ട് കാരണമെന്ന് പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ എന്താണ് ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ ട്രോപ്പോസ്ഫിയറിലുള്ള വായുവിൻ്റെ പ്രവാഹം, ഈ ട്രോപ്പോസ്ഫിയറിൽ കാണപ്പെടുന്ന വായുവിൻ്റെ പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം. എന്താണ്? ജെറ്റ് പ്രവാഹം. അപ്പം ട്രോപ്പോസ്ഫിയറിലുള്ള വായുവിൻ്റെ പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം. എന്നാൽ ജെറ്റ് വിമാനങ്ങൾ പറത്തുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണെന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ വാതകം കണ്ടുപിടിച്ച വ്യക്തിയാണെന്ന് ആരാണെന്ന് ചോദിച്ചാൽ അത് ഷോൺ ബെയ്ൻ ആണ്. ഓസോൺ വാതകം കണ്ടുപിടിച്ച വ്യക്തിയാണ് ഷോൺ ബെയ്ൻ. ഓസോൺ വാതകം ഷോൺ ബെയ്ൻ. നമ്മൾ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഓസോണിനെ കുറച്ച് പോയിന്റ്സ് എന്ത് ചെയ്യുക? അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ ഓസോൺ വാതകം കാണപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയറാണ്. O3 എന്നാണ് ഓസോൺ എന്നറിയപ്പെടുന്നത്. ഓസോൺ ഗ്യാസ് കണ്ടുപിടിച്ചത് ഷോൺ ബെയ്ൻ ആണ്. എന്നാൽ ഓസോൺ പാളി കണ്ടുപിടിച്ച വ്യക്തികളാണ് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിൻസണും. അപ്പോൾ ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിൻസൺ ഈ രണ്ട് പേരും കൂടെ ചേർന്നാണ് ഓസോൺ പാളി കണ്ടുപിടിച്ചത്. ഓസോൺ വാതകം ഷോൺ ബെയ്ൻ, ഓസോൺ പാളി ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിൻസണുമാണ്. ഈ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് അറിയപ്പെടുന്ന പേരാണ് ഡോപ്സ് യൂണിറ്റ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് അറിയപ്പെടുന്ന പേരാണ് ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 16 ഓസോണിന്റെ നിറം ചോദിച്ചിട്ടുണ്ട്. ഇളം നീല നിറമാണ് ഓസോണിന്റെ നിറം. ഓസോൺ പുറത്തേക്ക് വിടുന്ന സസ്യം ഏതെന്ന് ചോദിച്ചാൽ അത് തുളസിയാണെന്നും എന്ത് ചെയ്യുക? ഓർമ്മിച്ചു വയ്ക്കുക. ഇനി ഓസോണുമായിട്ട് ഈ ഓസോണിന്റെ ശോഷണം തടയുന്നതിന് വേണ്ടി ഒരു ഉടമ്പടിയുണ്ട്. അതിനറിയപ്പെടുന്ന പേരാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഈ മോൺട്രിയൽ പ്രോട്ടോകോള് ആദ്യമായിട്ട് സൈൻ ചെയ്ത, ഇത് മോൺട്രിയൽ എന്ന് പറയുന്ന പ്രോട്ടോകോൾ നടന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ വിയന്നയാണ്. വിയറ്റ്നയിലാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ നടക്കുന്നത്. ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തിനെതിരെയാന്ന് വെച്ചാൽ ഓസോൺ ശോഷണം തടയാൻ വേണ്ടിയിട്ടുള്ള ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇത് ഒപ്പുവെച്ച വർഷം എന്നു ചോദിച്ചാൽ 1987 സെപ്റ്റംബർ 16. 1987 സെപ്റ്റംബർ 16 മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെക്കുന്നത്. സെപ്റ്റംബർ 16 എന്താണ്? ഓസോൺ ദിനമാണെന്നും ഓർമ്മിച്ചു വയ്ക്കുക. ഇനി ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1987 സെപ്റ്റംബർ 16 പറഞ്ഞു. ഈ ഉടമ്പടി നിലവിൽ വന്നത് എന്നു ചോദിച്ചാൽ 1989 ജനുവരി 1 മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളും കൂടെ ഇത് പറയുമ്പോൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നതാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ പറഞ്ഞു, സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞു. ഇനി സ്ട്രാറ്റോസ്ഫിയറിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരാണ് സ്ട്രാറ്റോപാസ്.
സംക്രമണ മേഖല എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, രണ്ട് അന്തരീക്ഷ പാളികളെ തമ്മിൽ വേർതിരിക്കുന്നതാണ് സംക്രമണ മേഖല. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിനെയും അടുത്ത് വരുന്ന മീസോസ്ഫിയറിനെയും കൂടെ വേർതിരിക്കുന്നതാണ് സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റോപാസ് വേർതിരിക്കുന്നത് ആരൊക്കെയെന്ന് വെച്ചാൽ മിസോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയാണ്. മിസോസ്ഫിയർ. ഈ സ്ട്രാറ്റോപാസിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലാണ് മീസോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ ഉൽക്കകൾ കത്തിനശിക്കുന്ന അന്തരീക്ഷ പാളി എന്നറിയപ്പെടുന്നത് മീസോസ്ഫിയർ ആണ്. അപ്പൊ ഈ മീസോസ്ഫിയറിലേക്ക് ഉൽക്കകൾ കടന്നു വരുമ്പോൾ ഈ ഉൽക്കകളിൽ എന്താണ്, മീസോസ്ഫിയറിൽ ഉണ്ടാകുന്ന കർഷണത്തിന്റെ ഫലമായിട്ട് ഉൽക്കകൾ എന്ത് ചെയ്യുന്നു, ചാരമായി മാറുന്നു. അതുകൂടാതെ ഭൂമിയെ ഉൽക്കാപതനത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, മീസോസ്ഫിയർ ആണ്. കാര്യം അവിടെ മീസോസ്ഫിയറിൽ വെച്ച് ഉൽക്കകൾ കത്തി നശിക്കുന്നത് കൊണ്ടാണ് അത് എവിടെ വീഴാത്തത്, ഭൂമിയിൽ വീഴാത്തത്. അതുമാത്രമല്ല ഇവിടുത്തെ ഊഷ്മാവ് എന്ന് പറയുന്നത്, മീസോസ്ഫിയറിലെ ഊഷ്മാവ് എന്ന് പറയുന്നത് ഉയരം കൂടുന്നതിനനുസരിച്ച് മീസോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, താപനില അല്ലെങ്കിൽ ഊഷ്മാവ് എന്ത് ചെയ്യും, കുറയുന്നു. താപനില കുറയുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് എന്താണ്, താപനില കുറയുന്നു. എവിടെയാണ്, മീസോസ്ഫിയർ. മാത്രമല്ല ഈ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് കാണിക്കുന്ന മേഖല ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, മീസോസ്ഫിയർ ആണ്. ഊഷ്മാവ് ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, മീസോസ്ഫിയർ ആണ്. അവിടുത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനില എന്ന് പറയുന്നത് -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ. -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മീസോസ്ഫിയറിലെ താപനില എന്ന് പറയുന്നത്. ഇനി നോക്ടിലൂസന്റ് മേഘങ്ങൾ, നോക്ടിലൂസന്റ് എന്താണ് നോക്ടിലൂസന്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൗമാന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും ഉയരെ കാണപ്പെടുന്ന മേഘങ്ങളാണ് നോക്ടിലൂസന്റ് മേഘങ്ങൾ. ഭൗമാന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും ഉയരെ കാണപ്പെടുന്ന മേഘമാണ് ഏതെന്ന് പറയുന്നത്, നോക്ടിലൂസന്റ് മേഘം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് നിശാമേഘം എന്ന് പറയും. ഈ നോക്ടിലൂസന്റ് മേഘം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. അപ്പോൾ മീസോസ്ഫിയർ ഉൽക്കകൾ എന്ത് ചെയ്യുന്നു, കത്തി നശിക്കുന്നു. ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തുന്നു. പിന്നെ എന്താണ്, അവിടുത്തെ ഊഷ്മാവ് പറഞ്ഞു -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ. നോക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്നതും മീസോസ്ഫിയറിലാണെന്ന് ഓർമ്മിച്ചു വയ്ക്കുക. ഇനി ഈ മീസോസ്ഫിയറിനെയും അടുത്ത് വരുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഈ തെർമോസ്ഫിയറിനെയും കൂടെ വേർതിരിക്കുന്ന സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരാണ് മീസോപാസ്. മീസോപാസ് സംക്രമണ മേഖലയാണ് മീസോസ്ഫിയറിനെയും അടുത്ത് വരുന്ന എന്താണ്, തെർമോസ്ഫിയറിനെയും കൂടെ തമ്മിൽ എന്ത് ചെയ്യുന്നത്, തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. അതായത് മീസോപാസിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ വരെ എന്താണ്, ഉയരത്തിലാണ് എന്ത് കാണപ്പെടുന്നത്, തെർമോസ്ഫിയർ കാണപ്പെടുന്നത്. 600 കിലോമീറ്റർ ഉയരത്തിൽ. നാലാമത്തെ പാളിയാണ് ഏത്, തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, തെർമോസ്ഫിയർ ആണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി അറിയപ്പെടുന്ന പേരാണ് തെർമോസ്ഫിയർ. ഏറ്റവും അടുത്ത് കിടക്കുന്നത് ട്രോപ്പോസ്ഫിയറും ഏറ്റവും അകലെ കിടക്കുന്നത് ഏതാണ്, തെർമോസ്ഫിയറുമാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഉയരം കൂടുമ്പോൾ എന്തും കൂടും, ഊഷ്മാവും എന്ത് ചെയ്യും, കൂടും. ഊഷ്മാവ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ നമ്മുടെ തെർമോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ ഊഷ്മാവ് കൂടുന്നു. ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നതാണ് തെർമോസ്ഫിയർ. അവിടെ ഉയരം കൂടുമ്പോൾ എന്തും കൂടുന്നു, താപനിലയും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഇനി ഈ തെർമോസ്ഫിയറിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് അയണോസ്ഫിയർ. എന്താണ്, അയണോസ്ഫിയർ. അയണോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, തെർമോസ്ഫിയറിന്റെ ഭാഗം തന്നെയാണ് ഏതെന്ന് പറയുന്നത്, അയണോസ്ഫിയർ എന്ന് പറയുന്നത്. പ്രത്യേക ഒരു പാളിയല്ല അത്. അപ്പോൾ തെർമോസ്ഫിയറിന്റെ ഭാഗമായ അന്തരീക്ഷ പാളിയാണ് ഏതെന്ന് പറയുന്നത്, അയണോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയറിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ റേഡിയോ തരംഗങ്ങൾ
സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ റേഡിയോ തരംഗങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അത് അയണോസ്ഫിയർ ആണ്. അപ്പോൾ റേഡിയോ തരംഗങ്ങൾ കാണപ്പെടുന്നു. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര വിക്ഷേപണം സാധ്യമാക്കുന്ന പാളി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? തെർമോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള അയണോസ്ഫിയർ ആണ്. അപ്പോൾ റേഡിയോ പ്രക്ഷേപണങ്ങൾക്ക് സഹായിക്കുന്ന അന്തരീക്ഷ പാളിയാണ്, അല്ലെങ്കിൽ അത് നടക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തെർമോസ്ഫിയറിന്റെ ഭാഗമായ അയണോസ്ഫിയറിലാണ് വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ കാണപ്പെടുന്നു. പിന്നെ എന്താണ്? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഭാഗവും ഏതാണ്? ഈ അയണോസ്ഫിയർ ആണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. വാർത്താവിനിമയം പറഞ്ഞു, നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, അതാണ് ഈ വാർത്താവിനിമയത്തിൽ വരുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ എന്താണ്? പിന്നെ പറഞ്ഞ കാര്യമാണ് റേഡിയോ തരംഗങ്ങൾ അല്ലെങ്കിൽ റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയറിലാണ്. ഈ തെർമോസ്ഫിയറിൽ തന്നെ ഈ ഏകദേശം 400 കിലോമീറ്റർ വരെയൊക്കെ എന്തുണ്ട്? 400 കിലോമീറ്റർ ഭാഗം വരെ അയണോസ്ഫിയർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ധാരാളം UV റേസും എക്സ് റേസും എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. ഈ UV റേസും എക്സ് റേസും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള വാതകങ്ങളുടെ, അതായത് ഈ അയണോസ്ഫിയറിന്റെ തെർമോസ്ഫിയറിന്റെ ഭാഗമായിട്ട് അവിടെ കാണപ്പെടുന്ന വാതകങ്ങളെ എന്ത് ചെയ്യും? അയോണീകരിക്കും. അവിടെ അപ്പോൾ തെർമോസ്ഫിയറിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള അയണോസ്ഫിയറിൽ എന്താണ്? UV റേസും എക്സ് റേസും ഒക്കെ എന്ത് ചെയ്യും? കാണപ്പെടുന്നു. ഇത് അവിടെ കാണപ്പെടുന്ന വാതകങ്ങളെ എന്ത് ചെയ്യും? അയോണീകരിക്കുന്നു. ഈ പ്രോസസ്സ് അറിയപ്പെടുന്ന പേരാണ് അയോണീകരണം. അപ്പോൾ ഇത് അയോണീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാതകങ്ങളെ എന്താക്കി മാറ്റുന്നു? അയോണുകളാക്കി മാറ്റുന്നു. അപ്പോൾ ഈ അയണോസ്ഫിയറിലുള്ള വാതകങ്ങളെ ഈ UV റേസും എക്സ് റേസും ഒക്കെ എന്താക്കി മാറ്റുന്നു? അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് അയോണീകരണം. എന്താണ്? അയോണീകരണം. അപ്പൊ അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അയണോസ്ഫിയർ ആണെന്ന് ഓർമ്മിച്ചിരിക്കുക. അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. ഇത് തെർമോസ്ഫിയറിന്റെ ഭാഗമാണെന്നും ഓർമ്മിക്കുക. ഇനി തെർമോസ്ഫിയർ ഇത്രയേ ഉള്ളൂ. തെർമോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മീസോപാസിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ എന്താണ് ഉയരത്തിലാണ്. പിന്നെ പറഞ്ഞത് ഊഷ്മാവ് വളരെയധികം കൂടുതലാണ്. അതിൻ്റെ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. റേഡിയോ പ്രക്ഷേപണങ്ങൾ ഇതുവഴി നടക്കുന്നു. വാർത്താവിനിമയം, സാറ്റലൈറ്റ്, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഏറ്റവും ചൂട് കൂടിയ ഭാഗം, ഉയരം കൂടുന്തോറും ചൂട് കൂടിയ ഭാഗം പറഞ്ഞു. ഇനി അവിടെ ഇത്രയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ധ്രുവദീപ്തി കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏതെന്ന് ചോദിച്ചാൽ ഈ തെർമോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? ധ്രുവദീപ്തി കാണപ്പെടുന്നത്. ധ്രുവദീപ്തി എവിടെയാണ് വരുന്നത്? തെർമോസ്ഫിയറിലാണ് ധ്രുവദീപ്തി കാണപ്പെടുന്നത്. അപ്പൊ ധ്രുവദീപ്തി കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല എന്ന് പറയുന്നത് തെർമോസ്ഫിയറിലാണ്. തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അത് മറന്നു പോകരുത്, ചോദിച്ച ചോദ്യമാണ്. ഇനി ഈ തെർമോസ്ഫിയറിന്റെ മുകളിൽ എന്താണ്? ഒരു ഭാഗമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സോസ്ഫിയർ. എന്താണ്? എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിന് മുകളിൽ കാണപ്പെടുന്ന ഭാഗം, അന്തരീക്ഷ ഭാഗത്തെ നമ്മൾ വിളിക്കുന്നു എക്സോസ്ഫിയർ. അത്രയേ ഉള്ളൂ. അത് ആ പോയിന്റ് മാത്രം അറിഞ്ഞിരിച്ചിരുന്നാൽ മതി. അപ്പോൾ തെർമോസ്ഫിയറിന്റെ മുകളിലുള്ള അന്തരീക്ഷ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അന്തരീക്ഷ പാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ബുക്കിൻ്റെ ഒരൊറ്റ പേജിൽ എന്ത് ചെയ്യാം? കൊണ്ടുവരാം. അതായത് നിങ്ങൾക്ക് നോക്കി എന്താണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് ഒരു പേജിൽ എന്ത് ചെയ്യാം? അത് പഠിക്കാം. ആദ്യം നമുക്ക് എന്താണ്? ആദ്യം ഇതാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തെ നമ്മൾ ഇവിടെ നിന്ന് 0 മുതൽ 600 കിലോമീറ്റർ ഉയരം വരെയാണ് അന്തരീക്ഷം വ്യാപിച്ചു കിടക്കുന്നത്. അതായത് ഭൂമിയുടെ ഭൗമോ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഈ 600 കിലോമീറ്ററിന് അപ്പുറം കാണപ്പെടുന്നതാണ് എക്സോസ്ഫിയർ അല്ലെങ്കിൽ ബഹിരാകാശം. എക്സോസ്ഫിയർ ആണ്. ഇതിന് മുകളിൽ കാണപ്പെടുന്നത് എക്സോസ്ഫിയർ ആണ്. ഈ 600 കിലോമീറ്റർ വരെയുള്ള ഭാഗങ്ങളെ നമുക്ക് 4ആയിട്ട് എന്ത് ചെയ്യാം? വിഭജിക്കാം. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഏകദേശം ഒരു 18 കിലോമീറ്ററോളം വരുന്ന ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത ഭാഗമാണ് ഏകദേശം ഒരു 50 കിലോമീറ്റർ വരെ വരുന്ന ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ.
അവിടെ നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് മിസോസ്ഫിയർ. ഈ മിസോസ്ഫിയറിന് ശേഷം ഏകദേശം 600 കിലോമീറ്റർ വരെ കാണപ്പെടുന്ന ഭാഗമാണ് നമ്മൾ തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയർ ഇതാണ് അന്തരീക്ഷത്തിന്റെ 4 പാളികൾ എന്ന് പറയുന്നത്. ഈ തെർമോസ്ഫിയറിന് മുകളിൽ കാണപ്പെടുന്ന ഭാഗം എക്സോസ്ഫിയർ അല്ലെങ്കിൽ ബഹിരാകാശം എന്ന് എന്ത് ചെയ്തു പഠിച്ചു നമ്മൾ. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 18 കിലോമീറ്റർ വരെ ഉയരത്തിലാണെന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ട്രോപ്പോസ്ഫിയറിൽ ഏകദേശം 8 കിലോമീറ്റർ ഉയരത്തിലാണ് ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയർ കാണപ്പെടുന്നത്. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത് 8 കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത് 18 കിലോമീറ്റർ ആണ്. ഏറ്റവും ഉയരത്തിൽ ട്രോപ്പോസ്ഫിയർ കാണപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്, നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും കൂടെ വേർതിരിക്കുന്ന സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരാണ് ട്രോപ്പോപാസ്. ഈ ട്രോപ്പോപാസ് ഇത് ഇത്രയും ഭാഗമാണ് നമ്മൾ ട്രോപ്പോപാസ് എന്ന് പറയുക. അപ്പം നിങ്ങൾ ഈ ബുക്കിൽ എഴുതുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ സ്ട്രാറ്റോസ്ഫിയർ വരുമ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അവിടെ ഒരു ബോക്സ് പോലെ എന്താണ് നീട്ടി എന്ത് ചെയ്യുക, ഇങ്ങനെ വരയ്ക്കുക. കാര്യം ഇങ്ങനെ വരയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഈ ബോക്സിൽ ആക്കി പോകും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പോയിന്റ്സ് എല്ലാം എന്ത് ചെയ്യും, കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖല ട്രോപ്പോപാസ് എന്ന് പറഞ്ഞു. സ്ട്രാറ്റോസ്ഫിയറിനെയും മെസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖലയാണ് ഏതെന്ന് പറയുന്നത്, ഈ സംക്രമണ മേഖലയാണ് നമ്മൾ സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നത്. സ്ട്രാറ്റോപാസ്. ഇനി മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിസോപാസ്. അപ്പോൾ ഇനി വേർതിരിക്കുന്ന അന്തരീക്ഷത്തിലെ പാളികൾ നമ്മൾ പറഞ്ഞു, അവയെ വേർതിരിക്കുന്ന സംക്രമണ മേഖലകളും എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ട്രോപ്പോപാസ്, രണ്ടാമത്തെ മേഖല സ്ട്രാറ്റോപാസ്, മൂന്നാമത്തത് മിസോപാസ്. ഇതാണ് വേർതിരിക്കുന്ന മേഖലകൾ. ഇനി നമുക്ക് ഇവിടെ ഈ ഓരോ ലെയറിലെയും ഊഷ്മാവിന്റെ വ്യത്യാസം പറയാം. ഈ ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ ഉയരം കൂടുന്നതിനനുസരിച്ച്, ഇതിലെല്ലാം ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയ്ക്ക് ഈ ഓരോന്നിലും എന്ത് മാറ്റം വരുന്നു എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു. കാര്യം ഓരോ 165 മീറ്റർ മുകളിലോട്ട് പോകുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, താപനില അല്ലെങ്കിൽ ഊഷ്മാവ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. സ്ട്രാറ്റോസ്ഫിയർ വരുമ്പോൾ ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയും എന്ത് ചെയ്യുന്നു, കൂടുന്നു. ടെമ്പറേച്ചറും എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഉയരം കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടുന്നു. അവിടെ നിങ്ങൾ പഠിക്കാനുള്ള ഒരു എക്സെപ്ഷൻ കേസ് എന്ന് പറയുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയർ, അതായത് ട്രോപ്പോപാസ് കഴിഞ്ഞ് വരുന്ന സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗങ്ങൾ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഇത്രയും ഒരു ഭാഗമാണെങ്കിൽ ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യും, ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യും, താപനില കൂടുന്നില്ല, എപ്പോഴും സമമായിട്ട് തന്നെ നിൽക്കും. ആ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമതാപ മേഖല. നമ്മൾ നേരത്തെ ക്ലാസ് എടുത്തപ്പോൾ അത് പറഞ്ഞു. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ എന്തുണ്ട്, സമതാപ മേഖലയുണ്ട്. ക്ലാസ്സിൽ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഈ സമതാപ മേഖല കഴിഞ്ഞു വരുന്ന സ്ട്രാറ്റോസ്ഫിയറിന്റെ ഭാഗങ്ങളിൽ ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യും, ഊഷ്മാവും എന്ത് ചെയ്യും, കൂടും. ഇനി മൂന്നാമത്തെ ഭാഗമാണ് മെസോസ്ഫിയർ. ഈ ഭാഗത്ത് ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കുറയുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഈ 4 പാളികളിൽ നിന്ന് ഏറ്റവും കുറവ് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത് ഏതിലാണ്, മിസോസ്ഫിയറിലാണ്. -80 ഡിഗ്രി മുതൽ -100 ഡിഗ്രി വരെയാണ് ഇവിടുത്തെ താപനില എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന മിസോസ്ഫിയറിലാണ്. ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഉയരം കൂടുന്നതനുസരിച്ച് താപനില എന്ത് ചെയ്യും, കുറയുന്നു. അടുത്ത 4ാമത്തെ പാളിയാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ പറയുമ്പോൾ ഒരു ഭാഗം പറയാനുള്ളത്, ഈ തെർമോസ്ഫിയറിന്റെ താഴത്തെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള അന്തരീക്ഷ പാളിയാണ് ഏതെന്ന് പറയുന്നത്, അയണോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള പാളിയാണ് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ ഏറ്റവും താഴെത്തട്ടിലാണ് ഏത് കാണപ്പെടുന്നത്, അയണോസ്ഫിയർ കാണപ്പെടുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഉയരം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, കൂടുന്നു.
അപ്പോൾ ഒന്നാമത്തേൽ എന്ത് ചെയ്യുന്നു? ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. സ്ട്രാറ്റോസ്ഫിയർ പറയുമ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുന്നു. എന്നാൽ സമതാപ മേഖല വരുമ്പോൾ, സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമായ സമതാപ മേഖല വരുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ഉയരം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറിന് എന്ത് ചെയ്യുന്നില്ല? മാറ്റം വരുന്നില്ല. ആ ഒരു പോയിന്റ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അല്ലാതെ ചോദിക്കുമ്പോൾ ഉയരം കൂടുമ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു? താപം കൂടുന്നു. മൂന്നാമത്തെ മിസോസ്ഫിയർ പറഞ്ഞു, ഉയരം കൂടുന്നതനുസരിച്ച് താപനില എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. നാലാമത്തെ തെർമോസ്ഫിയർ പറഞ്ഞു, ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? താപനിലയും കൂടുന്നു എന്ന് പറഞ്ഞു. തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ഈ ട്രോപ്പോസ്ഫിയറുമായിട്ട് ബന്ധപ്പെടുന്ന പോയിന്റുകൾ പറയാം. അത് ട്രോപ്പോസ്ഫിയറുമായിട്ട് ബന്ധപ്പെടുന്ന പോയിന്റുകൾ എന്ത് ചെയ്യുക? നിങ്ങളിവിടെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? എഴുതുക. അപ്പം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടും. ട്രോപ്പോസ്ഫിയർ ആണ് ഭൗമോപരിതലത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ജൈവമണ്ഡലം കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് പ്രകൃതി പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. കാറ്റ്, മഴ, മഞ്ഞ്, മേഘരൂപീകരണം, ഇടിമിന്നൽ എല്ലാം എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജെറ്റ് പ്രവാഹം. അതായത് ഈ ട്രോപ്പോസ്ഫിയറിലുള്ള വായുവിന്റെ പ്രവാഹത്തെയാണ് നമ്മൾ ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ജെറ്റ് പ്രവാഹം ഏത് മേഖലയിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ഏത് മേഖലയാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. ഇവിടെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയൊരു പോയിന്റാണ്, അതിപ്പം പറയാം. നാക്രിയസ് മേഘങ്ങൾ. നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. പിന്നെന്താണ്? ജെറ്റ് പ്രവാഹം. ജെറ്റ് പ്രവാഹം കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അതാണ് ഈ ട്രോപ്പോസ്ഫിയറിന്റെ, പിന്നെ പ്രകൃതി പ്രതിഭാസങ്ങൾ നമ്മൾ പറഞ്ഞു. അതാണ് ഈ ട്രോപ്പോസ്ഫിയറിന്റെ ബന്ധപ്പെട്ട പോയിന്റ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ബോക്സിൽ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അടുത്ത സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞു. അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഓസോൺ പാളി കാണപ്പെടുന്നു. ഓസോൺ പാളി കാണപ്പെടുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വിമാനങ്ങൾ പറക്കുന്നത് ഏത് ഭാഗത്തൂടെ എന്ന് ചോദിച്ചാൽ അന്തരീക്ഷ പാളി കൂടെ എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. ജെറ്റ് വിമാനങ്ങളൊക്കെ പറക്കാൻ ഉപയോഗിക്കുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വിമാനങ്ങൾ പറക്കാൻ ഉപയോഗിക്കുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഇത് ഈ സ്ട്രാറ്റോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഓസോൺ നമ്മൾ പറഞ്ഞു. വിമാനങ്ങൾ സഞ്ചരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ ഉയരം കൂടുന്നതനുസരിച്ച് താപനില കൂടുന്ന കാര്യം പറഞ്ഞു. സമതാപ മേഖലയൊക്കെ എന്ത് ചെയ്തു പറഞ്ഞു. ഇനി അടുത്ത സ്ട്രാറ്റോപാസ് പറഞ്ഞു. അത് കഴിഞ്ഞ് മിസോസ്ഫിയർ ആണ്. മിസോസ്ഫിയറിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉൽക്കകൾ കത്തി നശിക്കുന്നത്. ഉൽക്കകൾ കത്തി നശിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മിസോസ്ഫിയർ ആണ്. ഭൂമിയെ ഉൽക്കാപതനത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മിസോസ്ഫിയർ ആണ്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നോക്ടിലൂസന്റ് മേഘങ്ങൾ. നോക്ടിലൂസന്റ് മേഘം അത് കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മിസോസ്ഫിയറിലാണ്. -80°C മുതൽ -100°C വരെയാണ് താപനില എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ താപനില കാണിക്കപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? മിസോസ്ഫിയർ ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. അത് എഴുതി വെക്കുക. ഇനി അടുത്തതാണ് നമ്മൾ തെർമോസ്ഫിയർ പറഞ്ഞു. തെർമോസ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന അന്തരീക്ഷ പാളിയാണ് ഏതെന്ന് പറയുന്നത്? അയണോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയറും അയണോസ്ഫിയറും രണ്ടല്ല. തെർമോസ്ഫിയറിന്റെ ഒരു ഭാഗം തന്നെയാണ് ആരെന്ന് പറയുന്നത്? അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അയോണീകരണം നേരത്തെ ഞാൻ പറഞ്ഞു. അയോണീകരണം നടക്കുന്ന ഭാഗമേ അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അയണോസ്ഫിയർ ആണ്. പിന്നെ പറഞ്ഞതാണ് റേഡിയോ പ്രക്ഷേപണം നടക്കുന്നത് അയണോസ്ഫിയറിലാണ്. വാർത്താവിനിമയം നടക്കുന്നത് അയണോസ്ഫിയറിലാണ്. പിന്നെ നമ്മുടെ സാറ്റലൈറ്റുകളെന്ന് എടുത്ത് ചോദിച്ചാൽ അതും എവിടെയാണ്? ഈ തെർമോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള അയണോസ്ഫിയറിലാണെന്ന് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുക. ആ പോയിന്റ്സുകൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതി ചേർക്കുക. അടുത്ത് നമ്മൾ പറഞ്ഞു തെർമോസ്ഫിയറിൽ. ഇവിടെ വരുന്ന തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ഓർമ്മിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഏറ്റവും കൂടുതലുള്ള, ഉയരം കൂടുന്തോറും ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്ന പാളി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തെർമോസ്ഫിയർ ആണ്. അപ്പോൾ നമ്മുടെ അയണോസ്ഫിയറിലെ റേഡിയോ തരംഗങ്ങളൊക്കെ എന്ത് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അയണോസ്ഫിയർ ആണ്. വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന പാളി ഏതാണ്? അയണോസ്ഫിയർ ആണ്. സാറ്റലൈറ്റുകൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അയണോസ്ഫിയർ ആണ്. അപ്പോൾ ഇത്രയാണ് അയണോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ. തെർമോസ്ഫിയർ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഈ തെർമോസ്ഫിയറിന് ഏറ്റവും മുകളിൽ വരുന്ന ഭാഗമാണ് എക്സോസ്ഫിയർ, അല്ലെങ്കിൽ നമുക്ക് അതിനെ ബഹിരാകാശത്തിന്റെ ഭാഗം, ബഹിരാകാശം എന്ന് പറയാം. അപ്പൊ ഈ അന്തരീക്ഷ പാളികൾ, ഈ എക്സോസ്ഫിയറിനെയും കഴിഞ്ഞ് വരുന്ന ബഹിരാകാശത്തെയും ഈ അന്തരീക്ഷ പാളികളെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് കാർബൺ രേഖ. അത് നമ്മൾ എന്ത് ചെയ്തു? ക്ലാസിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്തു? പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താണ്
ഇതുപോലെ വരച്ചിട്ട് എന്താണ് നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്യാം, ഈ അന്തരീക്ഷ പാളികളും അവരുടെ ഉയരവും പ്രത്യേകതയൊക്കെ ഒറ്റ സ്റ്റെപ്പിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്തരീക്ഷ പാളികൾ എന്ന് പറയുന്നത്.